ചൂണ്ടിക്കാട്ടുമ്പോൾ കുറ്റക്കാർക്കൊപ്പം നിന്ന് വാദിയെ പ്രതിയാക്കുന്ന സമീപനമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. വീഴ്ചകൾ ആവർത്തിക്കുമ്പോഴും അധികൃതരുടെ അയഞ്ഞ സമീപനം കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയാണ്. കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആശുപത്രി ജീവനക്കാർ മുതൽ മന്ത്രിമാർ വരെ മത്സരിക്കുന്നു. എന്താണ് ഇങ്ങനെ? നമുക്ക് നോക്കാം. PR പ്രവീണ, നമ്മുടെ ഹെൽത്ത് എഡിറ്റർ, തയ്യാറാണ്. പ്രവീണ, വെൽക്കം ടു വെരി ഗുഡ് ഈവനിങ്. എന്തുകൊണ്ടാണ് ഈ വീഴ്ചകൾ ആവർത്തിക്കുന്നത്? വീഴ്ച എന്ന് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ടിങ് പലതവണ പറഞ്ഞ് പ്രവീണയ്ക്കും ഇത്രയും കാലമായി ആരോഗ്യ മേഖലയിലെ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ എന്താണ് ഇതിനൊക്കെ ഒരു കാരണം? എവിടെയൊക്കെയാണ് ഇവർക്ക് സംരക്ഷണം ഒരുങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകുമല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീണ? സുജയ, തികച്ചും വിഷമകരമായ കാര്യങ്ങളാണ്. നമുക്ക് പറയുമ്പോൾ പോലും സങ്കടമുണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം സാധാരണക്കാരന് ഏറ്റവും അധികം ആശ്രയമാകേണ്ട സർക്കാർ മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ, അവിടങ്ങളിൽ സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ പോലും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കാരണം നോക്കുമ്പോൾ അതിന് പ്രധാന കാരണം മാറി മാറി വന്ന സർക്കാരുകളാണ്. ഒരു ഘട്ടത്തിൽ പോലും സർക്കാരുകൾ മനുഷ്യവിഭവശേഷി അത് കൂട്ടാൻ ശ്രമിച്ചിട്ടേയില്ല. പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, അതായത് തസ്തികകൾ സൃഷ്ടിക്കപ്പെടുമെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ മാനുഷിക വിഭവശേഷി കൂട്ടാറേയില്ല. അതൊരു പ്രധാന തിരിച്ചടിയാണ്. കാരണം ഡോക്ടർമാരുടെ എണ്ണം കൂട്ടാതെ, നഴ്സുമാരുടെ എണ്ണം കൂട്ടാതെ, മറ്റ് ജീവനക്കാരുടെ എണ്ണം കൂട്ടാതെ ഇപ്പോഴുള്ള ആശുപത്രികൾക്ക് മുന്നോട്ട് പോകാനാകാത്ത സ്ഥിതിയാണ്. 1963-ലും 80-ലും ഒക്കെ ഉള്ള സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന പല സർക്കാർ ആശുപത്രികളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എൻട്രി കേഡറിൽ, അതായത് തുടക്കത്തിലുള്ള ലെക്ചറർ നിയമനങ്ങൾ പോലും നടക്കാത്ത സ്ഥിതി മെഡിക്കൽ കോളേജുകളിൽ അടക്കമുണ്ട്. നിരവധി തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് രോഗികൾ ചെല്ലുമ്പോൾ അത് ഏത് യൂണിറ്റിലാണ് ആ രോഗി എത്തിയതെങ്കിൽ ആ യൂണിറ്റിലെ ഡോക്ടർ തന്നെയാണോ നോക്കുന്നതെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇനി ഓപ്പറേഷന് കയറ്റുന്നതിന് മുൻപ് രോഗിയുടെ വിവരങ്ങൾ എന്താണെന്ന് ആ നോക്കി ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് അത് തരംതിരിക്കേണ്ടതുണ്ട്. ഏത് ഭാഗത്താണ് സർജറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കളെ ബോധിപ്പിച്ച് അവരുടെ സമ്മതപത്രം വരെ വാങ്ങി ഒപ്പിടേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം. അതായത് ഇപ്പോൾ ഡോക്ടർമാർ മാത്രമല്ല, നഴ്സുമാരുണ്ടാകാം, ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റന്റുമാരുണ്ടാകും, ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ സഹകരണം ആവശ്യമാണ്. ഇതിൽ ഒരാളുടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർക്ക് പറ്റിയ പിഴവ് അത് ഡോക്ടറുടെ മാത്രം പിഴവായി നമുക്ക് വ്യാഖ്യാനിച്ച് മാറ്റാൻ പറ്റില്ല. ആ ഒരു വിഭാഗത്തിൽ സംഭവിച്ച ആ ഒരു ആശുപത്രിയിലെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ജീവനക്കാരുടെ അടക്കം എണ്ണത്തിലുണ്ടായ കുറവാണ്. 5 ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടിടത്ത് 40-ഉം 30-ഉം ഒക്കെ ശസ്ത്രക്രിയകൾ ചെയ്തേണ്ട അവസ്ഥ ഡോക്ടർമാർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനർത്ഥം ഓരോ ആശുപത്രിയിലും എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ അത്രയധികം വർധനയുണ്ട്. ഈ വർധനയ്ക്കനുസരിച്ച് മാനവവിഭവശേഷി കൂട്ടാൻ ഒരു സർക്കാരുകൾക്കും, മാറി മാറി വന്ന ഒരു സർക്കാരുകൾക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ തവണയും ഡോക്ടർമാരടക്കമുള്ളവർ സമരം ചെയ്യുന്നത് അവരുടെ ശമ്പള വർധന തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ 4-മത്തെയോ 5-മത്തെയോ ആവശ്യമായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നുള്ള ആവശ്യം മാറും. സ്വാഭാവികമായി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പ് കൊടുക്കും. ആ ഉറപ്പിന്മേൽ ചർച്ചയിൽ സമരം പിൻവലിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്. ഇതിൽ എല്ലാവർക്കും, അത് ഡോക്ടർമാർക്കായാലും വിവിധ ജീവനക്കാരുടെ സംഘടനകൾക്കായാലും സർക്കാരുകൾക്കായാലും തന്നെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരാൾക്കും കഴിയില്ല. എത്ര തന്നെ ന്യായീകരിച്ചാലും പറ്റിയ തെറ്റ് അത് തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കാനുള്ള ആർജവം കൂടി അത് ഡോക്ടർമാരും സർക്കാരും അടക്കം കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. PR പ്രവീണയാണ് നമുക്കൊപ്പം. എന്താണ് ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് പ്രവീണ പങ്കുവച്ചത്.